ചെയ്യാതിരുന്നത്. അതായത് ഒരു ഫോട്ടോ സാധാ ഫോട്ടോ അയക്കുക, അതിനുശേഷം നമ്മുടെ റെസ്പോണ്ട് എന്താണെന്നുള്ളത് നോക്കുക. സെക്കൻഡ് ഫോട്ടോ ഷർട്ട് ഇല്ലാതെ അയക്കുക, അതിനുശേഷം നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കുക. അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ സൈക്കോളജിക്കലി ഇവർ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. ഇനി എപ്പോഴാടി എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ആലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം. പിന്നെ ഇനി എപ്പോഴാടി എന്ന് ചോദിച്ചു. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ, ഞാൻ റെക്കോർഡ് ചെയ്തതിലുണ്ടാവും, ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ വളരെ 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 മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആണ് പിന്നെ അയാൾ ഈ ഫോണിലേക്ക് അയച്ചു തന്നത്. അതിൽ കുട്ടി ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടി എങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ ആ ഒരു വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട്. എന്നിട്ട് പോയോ റിനു എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെയൊക്കെ രസം എന്താണെന്നറിയോ, അടുത്തായിട്ട് ഞാൻ ആ വീഡിയോ അവർക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തെളിവ് കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്താ വരാത്തത്? അപ്പോഴാണ് ആളൊന്ന് ഷോക്കായി. ഇതെങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്ന രീതിക്കുള്ള ഒരു ഷോക്കാണ് ആളിട്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ലാംഗ്വേജ് കാണുമ്പോൾ മേ ബി നിങ്ങൾ എന്നെ മോശമായിട്ട് പറയാം. മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളോട് ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ ഞാൻ സിലുവിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, ഈ ഒരു നരമ്പൻ്റെ ഒരു വീഡിയോ ചങ്കൂറ്റത്തോടു കൂടി പുറത്തു കൊണ്ടുവരാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിന്, അത് അവൻ്റെ ആ ഒരു വീഡിയോ പുറത്തു കൊണ്ടുവരാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിന് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. അത്രയും വലിയൊരു കാര്യമാണ് സിലു ഈ വീഡിയോയിലൂടെ മുന്നിലോട്ട് കൊണ്ടുവന്നത്. അത്രയും ധൈര്യത്തോടെയാണ് സിലു ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നത്. സിലു ടോക്സിന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പുള്ളിക്കാരി ഒരു യൂട്യൂബറാണ്, അതുപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവാണ്. ഞങ്ങളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, എങ്കിൽ കൂടി ഞങ്ങൾ റിലേറ്റീവാണ്. സിലുവിന് അറിയുമോയെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെതൊക്കെ പിന്നീട് പറയാം. അപ്പോൾ അതൊന്നുമല്ല ഇവിടെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവനക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണ് ശരിക്ക് പറയേണ്ടത്, തെറിയാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ലൈവ് ഇടുന്ന സമയത്തും പല രീതിയിലുള്ള കമൻസുകൾ വരാറുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇന്ന് 2 ദിവസമായിട്ട് ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് 1-2 കമൻസ് വന്നായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളായിട്ടത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാനിത് ചെയ്യില്ല എന്ന് വെറുതെ വേണ്ടാന്ന് വിചാരിച്ചാണ്, അത്രയും ഇതാവേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനും റിയാക്ഷൻ ചെയ്യുന്നത് കൊണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് എനിക്കും തോന്നി. അതുപോലെ തന്നെ ഇന്നലെ എനിക്കും ഇതുപോലുള്ള കമൻസുകൾ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ഇരിക്കേണ്ട കാര്യമില്ല, ഇത് എന്തായാലും എല്ലാവരും അറിയണം. ഇത് ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, ഒരു 4-5 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ വന്ന ഇൻസിഡൻറ്റും കൂടി ആയപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സിലു ഇത് ചെയ്തത് 100% ശരിയാണ്. അപ്പോൾ അതിൽ കുറേ ബാഡ് കമൻസ് ഒക്കെ കണ്ടു. സിലുവിന് അപ്പം തന്നെ അത് ബ്ലോക്ക് ചെയ്തൂടെ, എന്തിനാ അത് കാണാൻ നിന്നത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ബ്ലോക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഫോണിലോട്ട് അറിയാതെ വന്നതാണെങ്കിൽ കൂടെ അങ്ങനെ വിടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ തെറ്റ് ചെയ്യാത്തത്രത്തോളം കാലം നമ്മൾ ഇവന്മാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് വേഗം ബ്ലോക്ക് ചെയ്ത് പേടിച്ച് പഞ്ചപുച്ഛം അടക്കി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിലു ഇത് മുന്നിലോട്ട് കൊണ്ടുവന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും ധൈര്യത്തോടു കൂടിയാണ് സിലു ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പം പിന്നെ കുറേ പേര് പറയുന്നുണ്ട് അവൻ്റെ മുഖം കാണിക്കുന്നില്ല, മുഖം ബ്ലററാക്കി, എന്തിനാണ് അങ്ങനെ ബ്ലററാക്കിയത്, അത് കാണിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ എന്താണ്, സിലുവിന് അത് താല്പര്യമില്ലായിരിക്കും. പക്ഷേ ആ ലാസ്റ്റ് ഒക്കെ കാണുന്ന സമയത്ത് അവൻ്റെ ഫേസ് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും സിലു കാണിച്ചത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു ധൈര്യം തൻ്റെ ഇടം തന്നെയാണ് ഓരോ പെൺകുട്ടികൾക്കും വേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോഴേക്കും പേടിച്ച് ഓടി പോവേണ്ട ഒരു കാലഘട്ടമല്ല വേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ കൂടുതലായിരിക്കണം. ഇപ്പോൾ നമ്മൾ സ്ത്രീകളുടെ ലൈവ് ആണെങ്കിലും ശരി, നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണെങ്കിലും ശരി, ഞരമ്പന്മാരുടെ ഇത് കൂടുകയാണ്. ഒരു ട്രെയിൻ യാത്രയാണെങ്കിലും ശരി, ഒരു ബസ് യാത്രയാണെങ്കിലും ശരി, ഞരമ്പന്മാരുടെ അസുഖം കൂടുന്നുണ്ട്. പെണ്ണുങ്ങളിൽ കുറച്ച് എന്തെങ്കിലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഓരോ ചൊറിച്ചലും മാന്തലും അതുപോലെ തന്നെ അവരുടെ ഓരോരോ കലാവിരുതുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ കുറേ സ്ത്രീകൾ ഇങ്ങനെ ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ തന്നെ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ ഈ ഞരമ്പന്മാരുടെ കുറേ ഇത് മാറിക്കിട്ടും. അപ്പോൾ സിലു കാണിച്ചതുപോലെ തന്നെ സിലു കാണിച്ച ഈ ധൈര്യം നിങ്ങളും കാണിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഓരോ പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതെല്ലാം.
അപ്പോൾ അവൻ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇതാണ്, ഞാൻ അവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അവൻ അത് ചെയ്യുന്നത്. അത് സിലു ബുദ്ധിപൂർവ്വമാണ് ചെയ്തത്. സിലു പറയുന്നുണ്ട് അത് ഓപ്പൺ ചെയ്ത ഡിലീറ്റ് ആകുന്ന ആ ഒരു രീതിയിലുള്ള ഒരു മെസ്സേജാണ് അവൻ അയക്കുന്നത്. അപ്പോൾ സിലുവിൻ്റെ ബുദ്ധിയിൽ വന്നൊരു കാര്യമാണ് വേറൊരു ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് എടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. നമ്മളല്ലാതെ ഇവന്മാർ എന്ത് പറയുന്നതും കേട്ട് പേടിച്ച് മാറി നിൽക്കേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. ഇനി ധൈര്യത്തോടു കൂടി തന്നെ പെൺകുട്ടികൾ നിൽക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സിലു കാണിച്ചത് എല്ലാ പെൺകുട്ടികളും ഈ ഒരു മാതൃക തന്നെ പിന്തുടരണം. കുറേ നെഗറ്റീവ് കമൻസുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ആ നെഗറ്റീവ് കമൻസ് ഇടേണ്ട ഒരു ഇതും സിലു ചെയ്തിട്ടില്ല. സിലു ചെയ്തത് 100% കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് എനിക്ക് സ്ത്രീ എന്നൊരു രീതിക്ക് എനിക്ക് പറയാനുള്ളത്. സിലുവിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് പേര് വന്നു, പക്ഷേ ബാഡ് കമൻസ് ആയിട്ടും വന്നു. എന്തിനാ നീ അങ്ങനെ ഇതാകാൻ പോയി, ഇങ്ങനെ ചെയ്യാൻ പോയി. പക്ഷേ സിലു ആണ് ശരി. അതുപോലെ ആയിരിക്കണം ഓരോ പെൺകുട്ടികളും. അതുപോലെ തന്നെ എനിക്ക് വന്ന 1-2 കമൻസ് ഞാൻ വായിച്ചു തരാം കേട്ടോ. ഞാനിതെന്തായാലും സൈഡിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാനത് വായിച്ചു തരാം. എടി നായിൻ്റെ മോളെ പട്ടി നിൻ്റെ കുട്ടി തൊട്ടിയിലിട്ട് ആട്ടിക്കോ. റഷീദ് പറമ്പിൽ എന്നൊരു ആളാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഇന്നലെ എൻ്റെ ഒരു ലൈവിൽ വന്നതാണ്. പിന്നെ ഒരു ജോഷുവ ബിജു പറഞ്ഞിട്ട് ഒരാളുടെ കമൻറ്റാണ്. ക്യാൻസർ, അത് പറയാൻ എനിക്കൊരു ഇത്തിരി ഒരു ഇതുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല. അത് ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ എനിക്കതെന്തോ വായിക്കുമ്പോൾ തന്നെ അറപ്പാണ് തോന്നുന്നത്. ജോഷുവ പറയുന്നത് ഇസ്ലാം ഇസ് ദ പ്രോബ്ലംസ് ഓഫ് വേൾഡ്. ഇതൊക്കെയാണ് ജോഷുവിൻ്റെ കമൻറ്റുകൾ കേട്ടോ. അപ്പോൾ പിന്നെ ഒരാൾ വന്ന് വേറൊരു പണിയില്ല, അത് പിന്നെ നാച്ചുറലായിട്ട് ചോദിക്കുന്നത് പോലെ തന്നെ. എങ്കിലും വേറൊരു പണിയില്ലാത്തത് കൊണ്ടൊന്നുമല്ല ലൈവ് ഇടുന്നത് ആരും. സ്പിന്നർ എന്ന് പറയുന്ന ഒരാൾ ഇട്ട ഒരു കമൻറ്റാണ് കേട്ടോ ഇത്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്കത് വായിക്കാൻ അറപ്പാണ്, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. സൈഡിൽ കാണിക്കാൻ ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. സ്പിന്നർ എന്ന് പറഞ്ഞൊരു ആളിട്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേര് ഇയാളെ ഫയർ ചെയ്തു. ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ അഷറഫ് എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ട്സാണ്. ഇവർ സാധാരണ എൻ്റെ ലൈവിൽ വരാറുള്ള ആൾക്കാരാണ്. അവർ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ആൾക്ക് സൈബർ സെല്ലുമായിട്ട് കുറച്ച് എന്തോ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, അവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഉടനെ സ്പിന്നർ കുറേ സോറി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, സോറി എന്ന് പറഞ്ഞിട്ട് സ്പിന്നർ വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് വിടാൻ തീരുമാനിച്ചിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് സോറി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് പറയാതിരുന്നൂടെ? എന്തിനാ അപ്പോൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഒരു പെണ്ണൊരു ലൈവിൽ വന്ന് ഇരുന്നാൽ എന്തൊക്കെയോ ആകും, എന്തൊക്കെയോ കാണിക്കാനാണ് ഇരിക്കുന്നതാണ് ഇവന്മാരുടെയൊക്കെ ചിന്ത. നമ്മളും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളൊരു ഫാമിലി തന്നെയാണ്. ഭർത്താവും കുടുംബവും കുട്ടികളും ഉള്ളതല്ല. നിങ്ങൾക്ക് ഭർത്താവില്ലേ, നിങ്ങൾക്ക് മക്കളില്ലേ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. കല്യാണം കഴിഞ്ഞില്ലേ? അപ്പോൾ കല്യാണം കഴിച്ചവരാരും ലൈവ് ഇടാറില്ലേ? ലൈവിൽ ഞങ്ങൾ വേറെ ഒരു പേക്കൂത്തുകളും ചെയ്യാറില്ല. നല്ല രീതിയിൽ മര്യാദയായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ലൈവ് ഇടാറുള്ളൂ. വേറുള്ളവരുടെ കാര്യം ആയിരിക്കറിയില്ല. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും മാന്യമായ രീതിയിലാണ് ഞങ്ങൾ ലൈവ് ഇടാറുള്ളത്. അങ്ങനത്തെ ലൈവുകൾ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഇവന്മാരെയൊന്നും വെറുതെ വിടരുത്. സമൂഹത്തിന് മുമ്പിൽ ഇവരെയൊക്കെ കൊണ്ടുവരണം. ഇവരെ ഒന്ന് പേടിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ് ഇവരുടെ ഇതൊക്കെ കൂടി വരുന്നത്. സിലുവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്താ പറയുക, അത്രയും ഒരു ബോൾഡായിട്ട് തന്നെയാണ് സിലു സംസാരിച്ചത്. അതുപോലെ തന്നെ ഓരോ പെൺകുട്ടികളും ഇത്ര ബോൾഡായിട്ട് തന്നെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ പ്രതികരിക്കേണ്ട ഇടത്ത് നിങ്ങൾ പ്രതികരിക്കുക, മിണ്ടാതിരിക്കരുത്. നമ്മൾ മിണ്ടാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല. പ്രതികരിക്കേണ്ട സമയം വരുവാണെങ്കിൽ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.